ഫിലിംസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മിക്കവാറും ഒരു ബിഗ് നോ ആണ് സിനിമകൾ. തെറ്റായ കാര്യങ്ങൾ കണ്ടും കേട്ടും സ്വഭാവം ചീത്തയാകാതിരിക്കാനും പഠിക്കേണ്ട സമയത്ത് വെറുതെ സമയം കളയാതിരിക്കാനും മുതിർന്നവർ എപ്പോഴും ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് സിനിമ കാണൽ. എന്നാൽ ചില സിനിമകൾ കണ്ടില്ലെങ്കിലായിരിക്കും സ്റ്റുഡൻസിന് നഷ്ടം ഉണ്ടാകുന്നത്. കൊമേഴ്ഷ്യൽ സിനിമകളിൽ പോലും അത്തരത്തില് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന നല്ല രീതിയിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, മനസ്സിലുള്ള ഒരു ഐഡിയ അതിനെ റിയൽ ആക്കണം, നിങ്ങളുടെ കരിയർ അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ജോലി ചെയ്യാൻ താല്പര്യമില്ല, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യിപ്പിക്കാൻ പറ്റിയ തീംസും ഐഡിയാസും ഒരു സിനിമയിലൂടെ കിട്ടിയാലോ? എൻട്രി കോമേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള കുറച്ച് സിനിമകളെ പരിചയപ്പെടുത്താനുള്ളതാണ്. വെൽക്കം ടു ദ വീഡിയോ. സോ ഹിയർ കംസ് ദ 10 must watch movies for every commerce and business aspirant. Number 1, The Social Network. ഫേസ്ബുക്കിന്റെ ഫൗണ്ടറായ മാർക്ക് സുക്കർബർഗിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റോറി. ആൻഡ് ഐഡിയ ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റർ കോൺഫ്ലിക്ട്സ് ആൻഡ് ബിസിനസ് സ്കെയിലിംഗ് ഒക്കെയാണ് ഈ കഥയുടെ സാരാംശം. നമ്പർ 2, ഗുരു. ധീരുഭായ് അംബാനിയെ പോലെയുള്ള ഒരു സെൽഫ് മെയ്ഡ് ബിസിനസ്സുകാരന്റെ ഫിക്ഷണലൈസ്ഡ് സ്റ്റോറി. വിഷൻ, റിസ്ക് ടേക്കിംഗ്, ബിസിനസ് എത്തിക്സ്, ഇതിൽ നിന്നും ഒരു ഓണ്ടർപ്രണർ എങ്ങനെ സക്സസ് നേടുന്നു. നമ്പർ 3, മാർജിൻ കോൾ. 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, കോർപ്പറേറ്റ് ലെവലിൽ എടുക്കുന്ന റിസ്കി ഡിസിഷൻസ്, എത്തിക്കൽ ഡിലേമ തുടങ്ങിയവ കാണിക്കുന്ന ഒരു സിനിമ. നമ്പർ 4, റോക്കറ്റ് സിംഗ്, സെയിൽസ്മാൻ ഓഫ് ദ ഇയർ. കസ്റ്റമർ റിലേഷൻ ആൻഡ് കസ്റ്റമർ ട്രസ്റ്റ് എന്ന ബിസിനസ്സിലെ ക്രൂഷ്യൽ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തൊരു സിനിമ. നമ്പർ 5, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ക്രൈസ് ഗാർഡന്റെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ജീവിതകഥ. നമ്പർ 6, ദ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. ജോർദാൻ ബെൽഫോർട്ട് എന്ന കോൺട്രവേഴ്ഷ്യൽ സ്റ്റോക്ക് ബ്രോക്കറിന്റെ ജീവിതകഥ. നമ്പർ 7, ദ ബദ്മാഷ് കമ്പനി. A group of youngsters starting a business idea from the loopholes. Smart thinking, branding, risk taking തുടങ്ങിയ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നു. നമ്പർ 8, The Big Short. ഫിനാൻഷ്യൽ ക്രൈസിസിനെ സംബന്ധിക്കുന്ന ഷോർട്ട് സെല്ലിംഗ്, ബോണ്ട്സ്, മാർക്കറ്റ് ക്രാഷ് ഇതൊക്കെ കാണിച്ചു തരുന്ന മറ്റൊരു സിനിമ. നമ്പർ 9, The Founder. മക്ഡൊണാൾഡ്സ് ഫ്രാഞ്ചൈസി സാമ്രാജ്യത്തിന്റെ ആരംഭത്തെ പറ്റിയിട്ടുള്ള ഒരു സിനിമ. ബിസിനസ് സ്കെയിലിംഗ്, ബ്രാൻഡ് പവർ, ബിസിനസ് എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്പർ 10, പൈറേറ്റ്സ് ഓഫ് ദ സിലിക്കൺ വാലി. സ്റ്റീവ് ജോബ്സ് ആൻഡ് ബിൽ ഗേറ്റ്സ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷന്റെ കഥയാണ് ഈ സിനിമ. കലകൾ എന്താണെങ്കിലും അത് മനുഷ്യനെ നല്ല രീതിയിൽ മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇത്തരത്തില് കൊമേഴ്സുമായി ബന്ധപ്പെട്ടതോ ബിസിനസ്, ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെടുത്തിയോ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി യൂസ്ഫുൾ ടു അതേഴ്സ്. താങ്ക് യു.